മിലിട്ടറി സദാനന്ദ് നീണ്ടകഥ അധ്യായം 16. മിലിട്ടറി സദാനന്ദ് എന്ന നീണ്ടകഥയുടെ അധ്യായങ്ങൾ 1 മുതൽ 15 വരെയുള്ളവയുടെ സംഗ്രഹം ഓർമ്മിക്കുവാൻ വേണ്ടി താഴെ കൊടുക്കുന്നു. മിലിട്ടറിയിൽ ജോലിയുള്ള സദാനന്ദ് നാട്ടിൽ പോകുവാനായി ലുധിയാന സ്റ്റേഷനിൽ എത്തുന്നു. ചില കാരണങ്ങളാൽ അയാൾക്ക് അന്നത്തെ ട്രെയിൻ കിട്ടാതെ വരുന്നു. അതിനാൽ സ്റ്റേഷനടുത്തുള്ള ഒരു ലോഡ്ജിൽ താമസിക്കുന്നു. രാത്രിയിൽ ഏതോ ഒരു പെൺകുട്ടി വന്ന് കതകിൽ മുട്ടുന്നു. ലക്ഷ്മി എന്ന അവളെ കതക് തുറന്ന് അകത്ത് കയറ്റിയപ്പോൾ അവളെ പിടിക്കാനായി കുറേ ഗുണ്ടകൾ ഓടിച്ചതാണെന്നും അവളെ രക്ഷിക്കണമെന്നും പറയുന്നു. അയാൾ അവളെ സ്വന്തം സഹോദരിയെപ്പോലെ കരുതി രക്ഷിക്കുന്നു. ലത്തീഫ് എന്ന അവളുടെ അയൽവാസിയായിരുന്നു അവളെ പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് ലുധിയാനയിൽ കൊണ്ടുവന്നതെന്ന് അവൾ പറയുന്നു. കല്യാണം കഴിക്കാതെ ലത്തീഫ് അവളെ പ്രാപിക്കാൻ ഒരുങ്ങുമ്പോൾ അവൾ വഴങ്ങുന്നില്ല. അതിനാൽ അവൻ അവളെ ആർക്കോ വിൽക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അവനെയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെയും സദാനന്ദ് കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുന്നു. അവൾക്ക് ലുധിയാനയിൽ ജോലിയില്ലാത്തതുകൊണ്ടും താമസിക്കാൻ ഇടമില്ലാത്തതുകൊണ്ടും സ്വന്തം വീട്ടിൽ ഉടനെ പോയി വീട്ടുകാരെ നേരിടാൻ വയ്യാത്തതുകൊണ്ടും അവൾ സദാനന്ദിൻ്റെ വീട്ടിൽ പോകുന്നു. സദാനന്ദിന് അച്ഛനും അമ്മയും കൂടാതെ സരോജം, സീമന്തിനി എന്നീ 2 ഇളയ സഹോദരിമാർ കൂടിയുണ്ട്. സദാനന്ദ് വീട്ടിൽ വന്നപ്പോൾ ലക്ഷ്മി കൂടി അവിടെ താമസിക്കുവാൻ ഉള്ളതുകൊണ്ട് ലക്ഷ്മിയെ അവിടെ നിർത്താൻ സദാനന്ദിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല. അതിനാൽ കുറച്ചകലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്വമേധയാ പെൻഷൻ പറ്റിയ സദാനന്ദിൻ്റെ അപ്പച്ചിയായ കാർത്തികയുടെ വീട്ടിൽ അവരോടൊപ്പം താമസിക്കുവാൻ പറഞ്ഞയക്കുന്നു. ഒരു ദിവസം അപ്പച്ചിക്ക് നെഞ്ചുവേദന വരുന്നു. അതുകൊണ്ട് അപ്പച്ചിയെയും ലക്ഷ്മിയെയും കാണാനായി സദാനന്ദ് അപ്പച്ചിയുടെ വീട്ടിൽ ചെല്ലുന്നു. അന്ന് തന്നെ മടങ്ങുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശരിയായിട്ട് ചികിത്സ ചെയ്യാഞ്ഞത് മൂലം അപ്പച്ചിക്ക് വീണ്ടും നെഞ്ചുവേദന വരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ ICUവിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പച്ചിയെ കാണുവാനായി സ്വന്തം ചേട്ടൻ രാമചന്ദ്രനും മകൻ സദാനന്ദനും ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നു. താമസിയാതെ അവർ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. 3-ാം ദിവസം അപ്പച്ചിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുന്നു. അന്ന് മുതൽ ലക്ഷ്മിക്ക് അമ്മയെ ഒറ്റയ്ക്ക് കിടത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളും കൂടി ആ മുറിയിൽ കിടക്കുന്നു. അവർ ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ അവൾ ഒരു തരത്തിലും വഴങ്ങുന്നുമില്ല. അപ്പോൾ കാർത്തികയ്ക്ക് തൻ്റെ സഹപാഠിയായ കാർത്തികേയനുമായി ഉണ്ടായിരുന്ന സ്വന്തം പ്രണയബന്ധത്തെക്കുറിച്ചും കല്യാണത്തോളം എത്തിയ ആ ബന്ധം തുടർന്നു പോകാൻ പറ്റാതായ സാഹചര്യങ്ങളും മറ്റും അവർ വിശദമായി പറയുന്നു. മിലിട്ടറി സദാനന്ദ് എന്ന നീണ്ടകഥയുടെ അധ്യായം 16 തുടർന്ന് വായിക്കുക. മിലിട്ടറി സദാനന്ദ് നീണ്ടകഥ അധ്യായം 16. അമ്മ ആ മാമനെക്കുറിച്ച് പലതും പറഞ്ഞെങ്കിലും എവിടെ വെച്ചാണ് നിങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. അതിനെക്കുറിച്ച് അമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. അമ്മ: പിന്നെ ദിവസവും സ്ഥലവും ഞാൻ ഇന്നെന്ന പോലെ ഓർമ്മിക്കുന്നു. ബസ്സിലായിരുന്നതുകൊണ്ട് സ്ഥലമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ആദ്യമായി BCom ഡിഗ്രി കോഴ്സിന് കോളേജിലേക്ക് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളുമായി പോകുകയായിരുന്നു. ബസ്സിൽ ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു. ബസ് ഓടിത്തുടങ്ങിയിട്ട് ഏതാണ്ട് 5 മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇടുപ്പിൽ ആരുടെയോ ഒരു കൈ തടവുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ നേരെ പുറകിൽ നിന്ന ആളെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു: ഹേയ് മിസ്റ്റർ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിന്നുകൂടെ? അയാൾ അപ്പോൾ ഞാനല്ലെന്ന മട്ടിൽ വേറെ എങ്ങോ നോക്കി നിൽക്കുകയായിരുന്നു. വീണ്ടും അങ്ങനെ ചെയ്തപ്പോൾ അയാളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഞാൻ അല്പം ദേഷ്യഭാവത്തിൽ പറഞ്ഞു: ഹേയ് മിസ്റ്റർ, നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് നിന്നുകൂടെ എന്ന്. അപ്പോൾ അയാൾ: ഏയ് പെൺകുട്ടി, എന്തെങ്കിലും അപമര്യാദയായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു: അങ്ങനെ വീണ്ടും ചെയ്യുകയാണെങ്കിൽ ആളിനെ കണ്ടുപിടിക്കാനായി ഞാനൊരു വിദ്യ പറഞ്ഞു തരാം. എന്നിട്ട് എൻ്റെ നേരെ സാമാന്യം വലിയ ഒരു പേപ്പർ പിൻ വച്ചു നീട്ടി. എന്നിട്ട് പറഞ്ഞു: ഇത് വച്ച് ഒന്ന് ചെറുതായി പെരുമാറിയാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാനത് വാങ്ങിക്കുവാൻ ആദ്യം അല്പം വൈമനസ്യം കാട്ടിയെങ്കിലും വാങ്ങിച്ചു. അപ്പോൾ 3ാമതും തടവി. ഞാൻ പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ സാമാന്യ ശക്തിയിൽ ഒരു കുത്തുവെച്ച് കൊടുത്തു. അയാൾക്ക് ശരിക്കും വേദനിച്ചെന്ന് എനിക്ക് തോന്നി. കാരണം അപ്രതീക്ഷിതമായി ഒരു കുത്തു കൊണ്ടതുകൊണ്ട് അയാൾ പെട്ടെന്ന് കൈ വേഗത്തിൽ പുറകോട്ട് വലിച്ചതുകൊണ്ട്
എൻ്റെ പുറകിൽ നിന്ന ആളുടെ ശരീരത്തിൽ ശക്തിയിൽ ഇടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു, നോക്കിയും കണ്ടും വേണ്ടേ കൈയും കാലുമൊക്കെ എടുക്കാൻ. കൈകൊണ്ട് ഇടിച്ചയാൾ പേടിച്ചു പോയതുകൊണ്ട് അയാൾ പറഞ്ഞു, സോറി. എൻ്റെ പുറകിൽ നിന്നയാൾ തൻ്റെ കൈ എങ്ങനെയാണോ മുറിഞ്ഞത്? എൻ്റെ ഷർട്ടിലും കൂടി രക്തമാക്കിയല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ധൃതി വെച്ച് ആൾക്കാരുടെ ഇടയിൽ കൂടി ആളിറങ്ങണേ എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിൻ്റെ വെളിയിലേക്ക് പോകാൻ ധൃതി കൂട്ടി. എൻ്റെ പുറകിൽ നിന്നയാൾ പറഞ്ഞു, അയാളെ വെറുതെ വിടല്ലേ, അയാളൊരു പീഡനവീരനാണേ. ഇത്രയും കേട്ടതുകൊണ്ട് വാതിലിനടുത്ത് നിന്ന 2 പേർ അയാളുടെ തലയ്ക്ക് 2 കൊട്ട് വെച്ച് കൊടുത്തു. ബസ് കോളേജ് ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും അയാളെ കാണാൻ കഴിഞ്ഞില്ല. വണ്ടി നിർത്തുന്നതിന് മുമ്പേ അയാൾ ചാടി ഇറങ്ങിയതുകൊണ്ട് മറിഞ്ഞു വീണെന്നും മറ്റും വാതിലിൽ നിന്നവർ പറയുന്നത് കേട്ടു. എൻ്റെ പുറകിൽ നിന്ന് ചെറുപ്പക്കാരൻ തെറ്റുകാരനാണോ അല്ലയോ എന്ന സത്യമറിയാതെ അയാളെ വഴക്ക് പറഞ്ഞതിൽ അപ്പോൾ എനിക്ക് വലിയ കുണ്ഠിതം തോന്നി. അയാളോട് മാപ്പ് പറയണമെന്ന് വിചാരിച്ചെങ്കിലും അയാളെ അവിടെ ഇങ്ങ് കാണാൻ കഴിഞ്ഞില്ല. ആ നല്ല മനുഷ്യനെ പിന്നെങ്ങാനും കാണുമ്പോൾ മാപ്പ് പറയാമെന്ന് വിചാരിച്ച് ആ സംഭവം മനസ്സിൻ്റെ ഒരു കോണിൽ മാറ്റിവെച്ചു. പിന്നീടൊരു ദിവസം ഞാനും എൻ്റെ 2 കൂട്ടുകാരികളും ചേർന്ന് ഒരു ഹോട്ടലിൽ കയറി പലതും വാങ്ങിക്കഴിച്ചു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൈ കഴുകാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഞങ്ങളിരുന്ന സീറ്റിൽ വെച്ചിരുന്ന ബാഗ് കാണുന്നില്ല. ഞങ്ങളാകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ബസ്സിൽ വെച്ച് കണ്ട ആളും കൂടെ വേറൊരാളും കൂടി ഹോട്ടലിലേക്ക് കയറി വന്നത്. ഹോട്ടലിലെ കാഷ്യറെ കണ്ടിട്ട് ഞങ്ങൾ കഴിച്ചതിൻ്റെ കാശ് അയാൾ ചോദിച്ചാൽ എന്ത് പറയണമെന്ന് ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവർ 2 പേരും വന്നത്. എനിക്ക് അത് ഒരു ചെറിയ ആശ്വാസമായി തോന്നി. ഞാൻ ആ ബാഗിൻ്റെ ഉടമയായ മഞ്ജരിയോട് പറഞ്ഞു, ഈ ഹോട്ടലിലേക്ക് കയറി വരുന്ന 2 ചെറുപ്പക്കാരിൽ ഇടതുവശത്തു കൂടി വരുന്ന ആളിനെ എനിക്ക് ചെറിയ പരിചയമുണ്ട്. ഞാനൊരു ചൂണ്ടയിട്ട് നോക്കട്ടെ, ചിലപ്പോൾ നമുക്ക് വേണ്ടത് ചൂണ്ടയിൽ കൊരുത്തെന്ന് വരാം. ഞാൻ അയാളുടെ അടുത്ത് നിന്നിട്ട് പതുക്കെ പറഞ്ഞു, സാർ, ഞങ്ങൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്, ഒന്ന് സഹായിക്കണം. അപ്പോഴേക്കും മഞ്ജരി അവിടേക്ക് വന്നു. പിന്നെ എനിക്ക് പലതും പറയണമെന്നും ചോദിക്കണമെന്നും ഉണ്ടായിരുന്നെങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞത് മുഴുവൻ അവളായിരുന്നു. അയാൾ എന്താണ് കാര്യം? അവൾ നടന്ന കാര്യം പറഞ്ഞു കൊടുത്തു. ആട്ടെ, എപ്പോഴാണ് സംഭവം നടന്നത്? അവൾ ഇപ്പോൾ നടന്നതേ ഉള്ളൂ. അപ്പോൾ അയാൾ ആ ബാഗിൻ്റെ ഏകദേശ രൂപവും നിറവും വലിപ്പവും മറ്റും അവളോട് ചോദിച്ച് മനസ്സിലാക്കി. അനന്തരം അയാൾ പറഞ്ഞു, ശരി, ഞങ്ങൾ സഹായിക്കാം. നിങ്ങൾ എവിടെയാണോ നേരത്തെ ഇരുന്നത് അവിടെ ചെന്നിരുന്നിട്ട് എൻ്റെ കൂട്ടുകാരനായ സുനിലിനോട് നടന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ. അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നീട് അയാൾ കാഷ്യറുടെ അടുത്ത് നിന്ന് അവിടെയുള്ള CCTV ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാഗ് എടുത്തുകൊണ്ട് പോയ ദിശ മനസ്സിലാക്കി. അനന്തരം ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ചിരുന്ന ഒരു സ്കൂട്ടറിൽ ആ ദിശയിലേക്ക് അയാൾ സ്കൂട്ടർ ഓടിച്ചു പോയി. അല്പനേരത്തിനുള്ളിൽ അയാൾ ആ ബാഗുമായി തിരികെ എത്തി. എന്നിട്ടത് കൊണ്ടുവന്ന് ഉടമസ്ഥയ്ക്ക് കൊടുത്തു. ബാഗ് എടുത്തുകൊണ്ട് പോയ ആൾക്ക് 2 എണ്ണം പൊട്ടിച്ച കാര്യം എല്ലാവരോടും പറഞ്ഞു. അനന്തരം ബാഗിൻ്റെ ഉടമസ്ഥയും മറ്റും അവർക്ക് 2 പേർക്കും നന്ദി പറഞ്ഞു. എനിക്ക് അയാളോട് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നിട്ടും മറ്റുള്ള കൂട്ടുകാരികൾ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും മഞ്ജരി എനിക്ക് എന്തെങ്കിലും പറയുവാൻ ഇടം തരാഞ്ഞതുകൊണ്ടും ഞാനൊന്നും ചോദിച്ചില്ല. പിന്നീട് ഒരു ദിവസം ഞാൻ ബസ്സിൽ കോളേജിലേക്ക് പോകുകയായിരുന്നു. സാമാന്യം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. 2 സീറ്റുകളുള്ളതിൽ ഇരുന്ന 2 യാത്രക്കാരിൽ നിന്നും ഒരു യാത്രക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. ഞാൻ പോയി ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് വെറുതെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പിൽ ബസ്സിൽ വെച്ച് കണ്ട ആ സാർ പുറകിൽ നിൽക്കുന്നത് കണ്ടു. സാർ എന്നെയും കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പുറകോട്ട് നോക്കി ആ സാറിനെ കൈയാട്ടി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇരുന്നു. സാർ, താങ്ക്സ്. ഞാൻ 2 തവണ കണ്ടിട്ടും സാറിൻ്റെ പേര് ചോദിക്കാനൊന്നും കഴിഞ്ഞില്ല. സോറി, എൻ്റെ പേര് കാർത്തിക. സാറിൻ്റെ പേരെന്താണ്? എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട. ഞാനും സെയിം കോളേജിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ BSc മാത്സ് സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ കൂടുതൽ ആരാധിക്കുന്ന ഒരു ദേവൻ്റെ പേരാണ്. എന്താണെന്ന് പറയാമോ? ശിവൻ.
ശിവനോ? അല്ല, ശിവൻ ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ദൈവമാണ്. ഗണപതി? അല്ല, ആ ദൈവവും ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ദൈവമാണ്. വേറെ ഒരു ക്ലൂ തരാമോ? ആ ദൈവത്തിൻ്റെ വാഹനം മയിലാണ്. ഇനി പറയൂ. എനിക്കിപ്പോൾ മനസ്സിലായി, വേലായുധൻ. അയ്യോ, അതും തെറ്റിപ്പോയല്ലോ. ബട്ട് യു ആർ നിയറിങ് ദ റൈറ്റ് ആൻസർ. യെസ്, കമോൺ, പോരട്ടെ. ഒരു ക്ലൂ കൂടെ തരാമോ? അവസാനത്തെ ക്ലൂ തൻ്റെ പേരിനോട് സാമ്യമുണ്ട്. ഓ, ഇപ്പോൾ പിടികിട്ടി. കാർത്തികേയൻ അല്ലേ? നല്ല പേര്. അനന്തരം ഞാൻ അറിയാതെ പതിയെ പറഞ്ഞുപോയി. കാർത്തികേയൻ. നല്ല ചേർച്ച. കാർത്തികേയൻ അല്ല, കാർത്തിക വല്ലതും പറഞ്ഞോ? കാർത്തിക? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. കാർത്തികേയൻ? ആട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാർത്തിക? കോളേജ് ആനിവേഴ്സറി അടുത്ത് വരികയല്ലേ? ഞാനും 4-5 കൂട്ടുകാരികളും ചേർന്ന് ഒരു നാടകം അഭിനയിക്കാൻ തീരുമാനിച്ചു. എനിക്ക് അതിലൊരു ആണിൻ്റെ വേഷമാണ് കിട്ടിയത്. കാർത്തികേയൻ? കൊള്ളാം, നല്ലത് തന്നെ. കാർത്തിക? നല്ലതൊക്കെ തന്നെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കാർത്തിക? ജീവിതമായാൽ പ്രശ്നങ്ങൾ വേണം. പ്രശ്നങ്ങളില്ലെങ്കിൽ ആൾക്കാർ നിഷ്ക്രിയരായി പോവും. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടോ? അല്പം പ്രയാസപ്പെടേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇനി പ്രശ്നമെന്താണെന്ന് പറയൂ, നമുക്ക് പരിഹാരമുണ്ടാകാം. കാർത്തിക? ജീവിതത്തിലോ ആൺവേഷം കിട്ടിയില്ല, നാടകത്തിലെങ്കിലും ആ വേഷം കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിച്ചതാണ്. ഇപ്പോഴാണ് ആ പ്രശ്നം എന്നെ ഹാൻഡ് ചെയ്യാൻ തുടങ്ങിയത്. കാർത്തികേയൻ? ജീവിതത്തിൽ ആൺവേഷം കിട്ടിയില്ല എന്നോർത്ത് ഒട്ടും വിഷമിക്കേണ്ട. കാരണം ചിലപ്പോൾ പെണ്ണുങ്ങളെക്കാൾ എത്രയോ അധപ്പതിച്ച വേഷമാണ് ചില ആണുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്നത്. വേദനയുടെയോ പീഡനത്തിൻ്റെയോ കാര്യത്തിലായാലും തുലനം ചെയ്യാൻ പറ്റാത്തതാണ് രണ്ട് കൂട്ടരും ഈ ലോകത്തിൽ അനുഭവിക്കുന്നത്. ആണായാലും പെണ്ണായാലും വ്യത്യാസം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള സൊസൈറ്റി അല്ലേ? ആണായാലും പെണ്ണായാലും ഈ ലോകത്ത് കിട്ടുന്ന വിലയ്ക്കും നിലയ്ക്കുമാണ് പ്രാധാന്യം. കാർത്തിക? ശരിയാണ്, ഞാൻ വേറെന്തൊക്കെയോ ആണ് ധരിച്ചു വച്ചിരുന്നത്. സാർ? അല്ല, കാർത്തിക് പറഞ്ഞതെല്ലാം വളരെ സത്യസന്ധങ്ങളായ കാര്യമാണ്. എൻ്റെ ഉൾക്കണ്ണ് തുറന്നു തന്നതിന് വളരെ നന്ദി. കാർത്തികേയൻ? ഇതുവരെ കാർത്തിക പ്രശ്നമെന്താണെന്ന് പറഞ്ഞില്ല. കാർത്തിക? നാടകത്തിൽ ആൺവേഷത്തിൽ അഭിനയിക്കാൻ പാൻസും ഷർട്ടും ഒപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. കാർത്തികേയൻ? ഇത്രയുള്ള കാര്യം. ആട്ടെ, എത്ര ജോഡി ഡ്രസ്സുകൾ വേണ്ടിവരും? കാർത്തിക? എനിക്ക് ആകെ 3 സീനുകളിൽ അഭിനയിച്ചാൽ മതി. കാർത്തികേയൻ? അപ്പോൾ 3 ജോഡി ഡ്രസ്സുകൾ മതിയാകും ഇല്ലേ? കാർത്തിക? തീർച്ചയായും മതിയാകും. കാർത്തികേയൻ? എന്നാൽ ആ 3 ജോഡി ഡ്രസ്സുകളും നാളെ എത്തിച്ചിരിക്കും. ഇനി അത് എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. കാർത്തിക? ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ എത്തിച്ചാൽ വലിയ ഉപകാരമായി. മനഃപൂർവ്വമാണ് ഞാൻ പഠിക്കുന്ന ക്ലാസ്സായ ഫസ്റ്റ് ഇയർ BCom ക്ലാസ്സിൽ കൊണ്ടുവന്ന് തന്നാൽ വലിയ ഉപകാരമായി എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ മനസ്സിലോർത്തു. എനിക്കൊരു ആനക്കാരനുണ്ടെന്ന് എൻ്റെ ക്ലാസ്സിലെ എല്ലാ ആൺകുട്ടികളും അറിയണം. അതുകൊണ്ട് എൻ്റെ പുറകിൽ നടന്ന് ആരും എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് ഞാൻ പറയാതെ തന്നെ അവരെ എല്ലാം അറിയിക്കണം. അത്രയേ ഉള്ളായിരുന്നു. കൗമാരത്തിൽ പ്രേമിക്കാൻ ഇഷ്ടമില്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ കുറവായിരിക്കും. എൻ്റെ ഒരു ഉത്തമ സുഹൃത്തായ മേബിളാണ് എന്നെ ഈ വിഷയത്തിൽ ഉപദേശിക്കുന്നത്. കാരണവും സന്ദർഭവും ഇല്ലെങ്കിലും അതുണ്ടാക്കിയിട്ട് നമ്മോട് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കയറി ഇടപെട്ട് വേണം നമ്മിൽ അവർക്ക് ഇഷ്ടമുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അവരും നമ്മളിൽ ആകൃഷ്ടരാകും. ഇല്ലെങ്കിൽ അവരെ നാം ആകൃഷ്ടരാക്കണം. 95% ആൾക്കാരിലും ഇത് നടപ്പാകുന്നതാണ്. ഒരു ദിവസം അന്നത്തെ പഠനവും കഴിഞ്ഞ് കോളേജിന് വെളിയിൽ വെച്ച് കാർത്തിക്കിനെ കണ്ടപ്പോൾ വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയാമായിരുന്നിട്ടും കൂടി ഞാൻ ചോദിച്ചു, എവിടെ പോകുന്നു? ആ ചോദ്യത്തിന് അദ്ദേഹത്തിൽ നിന്നും സ്വാഭാവികമായ മറുപടി വന്നു, വീട്ടിലേക്ക് പോകുന്നു, അല്ലാതെ എവിടെയാ? മറുപടിയുടെ കൂടെ ഒരു മറു ചോദ്യവും കൂടി പറഞ്ഞപ്പോൾ എൻ്റെ വായ അടഞ്ഞുപോയി. അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്നപ്പോൾ എനിക്ക് തോന്നിപ്പോയി. ഏതായാലും ആ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി ആലോചിച്ച് പറഞ്ഞു, ഓ, ആണുങ്ങളല്ലേ, നിങ്ങൾക്ക് പലയിടത്തും പോകാനുണ്ടാകും, അതുകൊണ്ട് ചോദിച്ചതാ. കാർത്തിക അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ വല്ലാതെ ചമ്മിപ്പോയതുകൊണ്ട് കൂടെ നടക്കണമോ വേണ്ടയോ എന്ന് വിചാരിച്ച് വിഷമിച്ച് നടക്കുമ്പോഴാണ് കാർത്തികേയൻ പറഞ്ഞത്,
കാർത്തിക അങ്ങനെ പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അത് വേറൊന്നുമല്ല. ഡാഷ് സ്ഥലത്തിനടുത്ത് 2 കിലോമീറ്റർ ദൂരത്തിലായി ഒരു ആയുർവേദ ഡിസ്പെൻസറി ഇല്ലേ? കാർത്തിക: ഓ, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കറങ്ങി നടക്കാറില്ല. കൂടാതെ അവിടെ പോകേണ്ടുന്ന ഒരാവശ്യവും ഉണ്ടായിട്ടില്ല. ഡാഷ് സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് 1/2 കിലോമീറ്റർ കൂടി പിന്നെയും പുറകിലാണ് എൻ്റെ വീട്. കാർത്തിക: ഏതായാലും ഡിസ്പെൻസറിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കൂടി കയറണേ. കാർത്തികേയൻ: അവിടേക്ക് ബസ്സില്ലാത്തതുകൊണ്ട് എനിക്ക് നടന്നേ പോകാൻ പറ്റൂ. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ശ്രമിച്ചു നോക്കാം. ഡിസ്പെൻസറിയിൽ പോയെങ്കിലും അവിടെ അമ്മയ്ക്ക് ആവശ്യമുള്ള മരുന്നില്ലായിരുന്നു. ഡിസ്പെൻസറിയും കാർത്തികയുടെ വീടും തമ്മിൽ 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്നിട്ടും കാർത്തികേയൻ ആ വീട്ടിൽ കൂടി കയറിയിട്ടാണ് തിരിച്ചു പോയത്. കാർത്തികേയനുമായി സൗഹൃദം കൂട്ടുവാനായി ഞാൻ ചായയും കുടിപ്പിച്ച് വിട്ടുള്ളൂ. കോളേജ് ആനിവേഴ്സറിക്ക് നടന്ന പ്രോഗ്രാമുകളിൽ വെച്ച് ഏറ്റവും നല്ലത് ഞങ്ങളുടെ നാടകമായിരുന്നു. അവസാനത്തെ എൻ്റെ സീനും കഴിഞ്ഞപ്പോൾ നാടകം തീർന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കാർത്തിക്കിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ 3 ജോഡി ഡ്രസ്സുകളിൽ 3 പാൻസുകളും 2 ഷർട്ടുകളും മാത്രമേ തിരിച്ചു കൊടുക്കാനുള്ള പൊതിയിൽ ഞാൻ തൽക്കാലം വെച്ചിരുന്നുള്ളൂ. ആ പൊതി ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു, ഈ പൊതിയിൽ 3 പാൻസുകളും 2 ഷർട്ടുകളുമേ ഉള്ളൂ. 3ാമത്തെ ഷർട്ട് എനിക്ക് ഇതുവരെ കഴുകാൻ പറ്റിയില്ല. കാർത്തികേയൻ: അല്ലാതെ അത് കീറിപ്പോയതല്ല അല്ലേ? ആ, എന്ത് തന്നെ ആയാലും കാർത്തിക ഒട്ടും വിഷമിക്കേണ്ട. ഷർട്ട് കീറിയ കാര്യം മഞ്ജരി എന്നോട് ആ ദിവസം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ ഓർത്ത് കാർത്തിക ഒട്ടും വിഷമിക്കേണ്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ ആ കുട്ടിയോട് പറഞ്ഞിരുന്നതാണ്. ആ കുട്ടിയൊന്നും കാർത്തികയോട് പറഞ്ഞിരുന്നില്ലേ? കാർത്തിക: പറഞ്ഞിരുന്നതാണ്. എങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉടമസ്ഥനിൽ നിന്നും നേരിട്ട് കേൾക്കുന്നതല്ലേ നല്ലത്. കേവലം ഒരു ഷർട്ടല്ലേ ഉള്ളൂ കാർത്തിക. എൻ്റെ ജീവൻ പോയാൽ എന്ത് ചെയ്യും? കാർത്തിക: ഷോ, അങ്ങനെ അശുഭകരമായ കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് എൻ്റെ മുന്നിൽ വെച്ച് പറയല്ലേ. എനിക്കത് താങ്ങാനുള്ള മാനസിക ശക്തിയില്ല. കാർത്തികേയൻ: ഞാനൊരു സത്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആട്ടെ, എന്തുകൊണ്ടാണ് കാർത്തികയ്ക്കത് താങ്ങാനുള്ള മാനസിക ശക്തിയില്ല എന്ന് പറഞ്ഞത്? അത് ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് നേരത്തേക്ക് കാർത്തികിൻ്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. കാർത്തികേയൻ: കാർത്തികേ, എന്താ ഈ പറയുന്നേ? എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാർത്തികയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കാർത്തിക ഇങ്ങനെ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം മനസ്സിലാക്കിയാൽ പിന്നെ ഇങ്ങനെ പറയില്ല. കാർത്തിക: എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എങ്കിലും ഒരു ദിവസം കാർത്തികേയൻ എന്നെ നിർബന്ധിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാർത്തികേയൻ്റെ വയസ്സായ അച്ഛനെയും അമ്മയെയും ജ്യേഷ്ഠനെയും അയാളുടെ ഭാര്യയെയും കുട്ടികളെയും പരിചയപ്പെടുത്തി. എന്നാൽ പ്രേമത്തിൻ്റെ ലഹരി തലയിൽ കയറി പിടിച്ചിരുന്ന എനിക്ക് അവരുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചോ അവർ പിന്നീട് എന്തുമാത്രം ബാധ്യതയാകും എന്നുള്ള കാര്യം കാർത്തികേയൻ പറയുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ തലയിലൊന്നും കയറിയില്ല. അങ്ങനെ പല സംഭവങ്ങളിലൂടെയും ഞങ്ങൾ വിട്ടുപിരിയാൻ കഴിയാത്ത സുഹൃത്തുക്കളായി. നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മിലേക്ക് എങ്ങനെ അടുപ്പിക്കാം എന്ന ആ ഒരു ഉപദേശം തന്ന കൂട്ടുകാരിയായ മേവുൾ പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ സത്യമായി ഭവിച്ചില്ലേ? ഞാൻ പറഞ്ഞു, ശരിയാണ്, നിന്നെ നമിച്ചിരിക്കുന്നു. അവൾ അപ്പോൾ പറഞ്ഞു, നമിച്ചതിലൊന്നും നിൽക്കില്ല, ഇത് നല്ലൊരു ചിലവ് തന്നെ ചെയ്യേണ്ടി വരും. പിന്നീട് ഒരു ദിവസം അവൾക്കും മഞ്ജരിക്കുമായി ഞാൻ നല്ലൊരു പാർട്ടി തന്നെ ഒരുക്കി. മിലിറ്ററി സദാനന്ദ് എന്ന നീണ്ട കഥയുടെ 16ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ കഥയുടെ 17ാം അധ്യായം ഉടനെ ആരംഭിക്കുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.